നമസ്കാരം. പതിരും കതിരും. കുമ്പിടാൻ പോയ ദൈവം കുറുക വരുന്നു എന്ന് പറയുന്ന അവസ്ഥയിലായല്ലോ കാര്യങ്ങളെല്ലാം. കുംഭമാസത്തിലെ ചൂട് കൂടിയതോടെ ഭഗവാന്മാരെല്ലാം പുറത്തിറങ്ങി കാറ്റുകൊള്ളാൻ നടക്കുകയാണ്. നമ്മുടെ പത്മവിഭീഷണൻ വെള്ളാപ്പള്ളി നടേശനെ ഹൈക്കോടതി ചതിച്ചാശാനെ. ആശാനെന്ന് പറഞ്ഞാൽ കുമാരനാശാൻ. ആശാനിരുന്ന കസേരയിലാണല്ലോ നടേശനും ഇരിക്കുന്നത്. അയ്യപ്പ സംഗമത്തിന് പോയ നടേശനെ പിണറായി വിജയൻ പിടിച്ച് വണ്ടിയിൽ കയറ്റിയപ്പോഴേ തോന്നിയതാണ് ഇതിങ്ങനെയൊക്കെ സംഭവിക്കൂ എന്ന്. അതിനുശേഷം ഒരൊറ്റ ദിവസം വെള്ളാപ്പള്ളിക്ക് ഇരിക്കപ്പുറതി ഉണ്ടായിട്ടുണ്ടോ? പിണറായി വിജയൻ അടപടലം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും തോറ്റു. ഇവരൊന്നിച്ചു പോയ ആഗോള അയ്യപ്പ സംഗമം അതിലും വലിയ അപശകുനമായി മാറി. അതായിരുന്നല്ലോ എല്ലാത്തിൻ്റെയും തുടക്കം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ആ പെരുന്നയിലേക്കും ഒരു നോട്ടമുണ്ടാകണമെന്നാണ് നായന്മാരുടെ ഒരപേക്ഷ. ഈ നടേശനാണ് നായാടിയെ മുതൽ നസ്രാണിയെ വരെ ഒറ്റക്കെട്ടാക്കാൻ ഇറങ്ങിത്തിരിച്ചത്. വായാടിത്തരങ്ങളും വർഗീയവാദവും കൈമുതലായുള്ള നടേശൻ അവറുകളെ പിണറായി പുകഴ്ത്തിയത് സരസ്വതി പ്രസാദമുള്ള നാവുകാരനെന്നായിരുന്നു. വെള്ളാപ്പള്ളിയെ ഹൈക്കോടതി കസേരയടക്കം തൊഴിച്ചു മുറ്റത്തിട്ടതോടെ SNDP-കാർ ആകെ ആഹ്ലാദത്തിലാണ്. സത്യത്തിൽ ഇനി ആ ഇസഡ് കാറ്റഗറി സുരക്ഷയുടെ ആവശ്യമുണ്ടോ? കസേര പോയാൽ പിന്നെ ആര് കൊല്ലാനും മാന്താനും വരാനാണ്? എന്തിനാണ് നടേശനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അയോഗ്യനാക്കിയത്? കോടതിയിൽ ദീർഘകാലമായി നിലനിന്ന ഒരു കേസിലായിരുന്നു വിധി വന്നത്. കമ്പനി നിയമപ്രകാരമുള്ള ഒരു സംഘടനയാണ് SNDP യോഗം. അതിലെ ഡയറക്ടർമാർ ആയിരിക്കണമെങ്കിൽ DIN അതാ DIN അക്കൗണ്ട് വേണം. അതായത് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് ഇത് നൽകുന്നത്. വ്യക്തികൾക്ക് പാൻ അക്കൗണ്ട് പോലെയാണ് DIN അക്കൗണ്ട്. എന്നാൽ ഇവരുടെ അക്കൗണ്ടിന് വാലിഡിറ്റി ഇല്ല. ഏതാണ്ട് 30 വർഷമായി യോഗത്തിൻ്റെ കസേരയ്ക്ക് ഭാരമായി കയറി കൂടിയിരിക്കുകയാണ് നടേശൻ. വെള്ളാപ്പള്ളിയും പൊന്നുമകനും ഡോക്ടർ സോമനും ഈ വിധി ബാധകമാണ്. ഇന്നത്തെ പകലിന് എന്തോ ഒരു തിളക്കം കൂടുതലുണ്ടെന്ന് ആരൊക്കെയോ പറയുന്നു. പിണറായി വിജയൻ്റെ കൂടെ കൂടിയ ആരെങ്കിലും ജീവിതത്തിൽ ഗുണം പിടിച്ച ചരിത്രമുണ്ടോ? സമ്പത്തുണ്ടാക്കിയാലും ഗതി പിടിക്കില്ല, വീട്ടിൽ കിടന്ന് ഉറങ്ങാനും പറ്റില്ല. എന്നെ കൊന്നാലും ഞാൻ പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനറൽ സെക്രട്ടറിയുടെ കസേരയിൽ പശ പുരട്ടി ശരീരം ഒട്ടിച്ചു വെച്ച് പിടിച്ചിരിക്കുകയാണ് നടേശൻ മുതലാളി വിധി അറിഞ്ഞപ്പോൾ മുതൽ. ഇന്ന് ഗുരുവും കുമാരനാശാനുമൊക്കെ വലിയ സന്തോഷത്തിലാണ്. അഴീക്കോട് മാഷ് മുകളിലിരുന്ന് ചിരിക്കുകയാണ്. ജലസമാധിയായ ശാശ്വതീകാനന്ദയ്ക്കും സന്തോഷം. ഇതൊക്കെ നേരിട്ട് കാണാൻ ഭാഗ്യം കിട്ടിയ ഗോകുലം ഗോപാലൻ കൊച്ചാട്ടൻ ഓടക്കുഴലൂതി സന്തോഷിക്കുന്നു. എന്നാൽ പിണറായി വിജയൻ ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ആരെ കാറിൽ കയറ്റും, ആരുടെ നാവിനെ പ്രശംസിക്കും? ദൈവമേ, 30 ആണ്ട് വാണവനും വീണവനുമില്ലെന്ന് പറയുന്നത് എത്ര സത്യമാണ്? പിണറായിയും സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും പരമാധികാരത്തിൻ്റെ 30 ആണ്ട് തികച്ചു കഴിഞ്ഞു. മൂവർക്കും ഇറങ്ങേണ്ട സമയമായിരിക്കുന്നു. സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയായതിനാൽ നാളെ തന്നെ അപ്പീൽ പോകും. അങ്ങനെ കുറച്ചു കാലം കൂടി തള്ളി നീക്കാം. ഈ തെരഞ്ഞെടുപ്പോടെ പിണറായി വിജയൻ്റെ അസ്തമയമാണ്. അതിനു മുമ്പ് നടേശൻ മുതലാളിക്ക് ഈ ഗതി വന്നല്ലോ. എനിക്കെതിരെ ഗൂഢാലോചനയാണെന്നും പറഞ്ഞ് വിധി പറഞ്ഞ ജഡ്ജിയെയും വിമർശിച്ച് ചിലപ്പോൾ ഇന്ന് തന്നെ വെള്ളം പ്രത്യക്ഷപ്പെടും. നിഗളിപ്പുകാർക്കെല്ലാമുള്ള കൂലി ദൈവങ്ങളും കോടതിയും കൂടി കണക്കിനങ്ങ് കൊടുക്കുകയാണ് കൃത്യസമയത്തിന്. കഷ്ടകാലത്തിനൊരു പത്മഭൂഷണം കിട്ടി. അത് കിട്ടിയ നടേശനും മമ്മൂട്ടിക്കും ദോഷ സമയമാണ്. എന്ത് കൂടോത്രമാണ് കേന്ദ്രം ഈ പത്മഭൂഷണത്തിനകത്ത് വെച്ച് ഇവർക്ക് രണ്ടിനും കൊടുത്തത്? 6 മാസം ഗുരുവിനെ നന്നായി പഠിക്കണമെന്നും ഒരു പരീക്ഷ എഴുതാനും കൂടി കോടതി ഉത്തരവിടണമായിരുന്നു. നടേശനെതിരെ വിധി വന്ന സമയം തന്നെ വാസവൻ പെരുന്നയിലേക്ക് വിളിച്ചു. മണിക്കൊച്ചാട്ടന് വല്ല കുഴപ്പവുമുണ്ടോ എന്നറിയാനാണ്. സ്വന്തം സമുദായ നേതാവിനെതിരെ ഒരു വിധി വന്നപ്പോൾ ഈഴവരുടെ ഒരു സന്തോഷമാണ് കാണേണ്ടത്. നായന്മാരും കൊതിക്കുകയാണ് ഹൈക്കോടതി സുകുമാരൻ നായരെ എടുത്ത് നിലത്തടിക്കുന്ന നിമിഷത്തിനായി. നടേശൻ്റെ കസേര പോയതറിഞ്ഞ പിണറായി വിജയൻ ഉച്ചയൂണ് ഉപേക്ഷിച്ച് മേപ്പോട്ട് നോക്കി കിടക്കുന്നതായിട്ടാണ് ക്ലിഫ് ഹൗസിലെ മരപ്പട്ടിക്ക് കാണാനായത്.